ശ്രീകാന്ത്, നാഥുറാം ഗോഡ്സെ ബെരേറ്റ റിവോൾവറിലെ ഒരു ബുള്ളറ്റ് കൊണ്ട് ഗാന്ധിജിയുടെ ജീവൻ എടുത്തതുപോലെ ഇന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ബില്ല് കൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജീവൻ എടുത്തിരിക്കുകയാണെന്ന് നമുക്ക് ചുരുക്കി പറയാമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. അങ്ങനെയുള്ളതൊക്കെ ദുർവ്യാഖ്യാനമാണ്. അത് BJP വിരുദ്ധ രാഷ്ട്രീയം ഉള്ളവർ പ്രചരിപ്പിക്കുന്നതാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും പ്രതിനിധികൾ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന്. അത് വാസ്തവത്തിൽ അടിസ്ഥാനരഹിതമാണ്. UPA സർക്കാർ ഉണ്ടാകുമ്പോൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ തൊഴിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എവിടെ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും. ഈ നടപ്പ് സാമ്പത്തിക വർഷം 78,000 കോടി രൂപയാണ് അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ബജറ്റിലും 78,000 കോടി രൂപയാണ് 76,000 കോടി രൂപയാണ് ഇതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷം ആ 11 വർഷം ഈ തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ പണം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ പണം അനുവദിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. അതുപോലെ തന്നെ ഇവർ ഈ വെറുതെ ഇല്ലാണ്ട് കാടടച്ചിട്ട് വാദിച്ചിട്ടോ അല്ലെങ്കിൽ വെടിവെച്ചിട്ട് കാര്യമില്ല. ഈ നരേന്ദ്രമോദി സർക്കാരാണ് ഒരു ബജറ്റ് അലോട്ട് ചെയ്ത പണം ഈ റിവിഷൻ വരുമ്പോൾ സമയത്ത് തൊഴിൽ കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത് ആവശ്യം വരുന്ന അനുസരിച്ച് പണം കൊടുത്തിട്ടുള്ളത്. അതിന് വ്യക്തമായിട്ട് നമുക്ക് ഓരോ വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും. സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച നടത്താം. ഓരോ വർഷവും നരേന്ദ്രമോദിജി സർക്കാർ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തതും അത് നടപ്പിലാക്കിയതിനു ശേഷം കൂടുതൽ തുക അനുവദിച്ചതുമൊക്കെ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട ഒരു പ്രതിനിധി MP ആണല്ലോ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ റെക്കോർഡിലുള്ളത് ആദ്യത്തെ ബഡ്ജറ്ററി അലോക്കേഷനിലും കൂടുതൽ ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ വന്ന സംഭവം ഏത് കാലഘട്ടത്തിലാണ്? കോവിഡ് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ചെലവഴിച്ചത്. എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണം. UPAയുടെ പരാജയത്തിന്റെ ജീവിക്കുന്ന തെളിവ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞ ഈ പദ്ധതി ഗ്രൗണ്ടിൽ അത്രയും ഇമ്പാക്ട് ചെയ്യുന്നത് കൊണ്ട്, ജനങ്ങൾക്ക് സഹായകമായതുകൊണ്ട്, അത് ജനങ്ങളുടെ ജീവനാഡിയായി അവശേഷിച്ചത് കൊണ്ടാണ്. ഇപ്പോഴും അല്ല, ഈ എല്ലാ സമയത്തും കൂട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷവും കൂട്ടിയിട്ടുണ്ട്. ബജറ്റ് അലോക്കേഷനേക്കാൾ കൂടുതൽ പണം ഈ കഴിഞ്ഞ 2024-25 ബജറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരുകൾ ആ സ്കീമിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് ജോബ് ലേബർ ബജറ്റ് അനുവദിച്ചിട്ടുണ്ട്. അത് റിവൈസ് ചെയ്യുമ്പോൾ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, പണം അനുവദിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള വിവേചനമോ യാതൊരു തരത്തിലുള്ള അട്ടിമറി നടത്താൻ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ വാസ്തവത്തിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അപപ്രചരണമാണ്. നേരത്തെ 100 ദിനമുള്ളത് 125 ദിവസമായിട്ട് ഗ്രാമീണർക്ക് തൊഴിൽ ഉറപ്പ് നൽകുകയാണ്. അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിഹിതത്തെ കുറിച്ച് പറഞ്ഞു. ഉറപ്പാണ്. നിങ്ങൾ തൊഴിലുണ്ടെങ്കിൽ, തൊഴിൽ ലഭ്യമാണ് എങ്കിൽ കൊടുക്കും എന്നുള്ളതാണ്. കാരണങ്ങളുണ്ട്. കാരണം അത് ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ അനുഭവം, സർക്കാരിൻ്റെ മുമ്പിലുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി സബ്ജക്റ്റ് കമ്മിറ്റി അടക്കം പരിശോധിച്ച് നൽകിയിട്ടുള്ള റെക്കമെൻഡേഷനൊക്കെ പരിശോധിച്ചിട്ടാണ് ഇതിൽ നടപ്പിലാക്കുമ്പോൾ വരുന്ന അപാകതകൾ പരിഹരിച്ചുകൊണ്ടുള്ള അതിന് സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തി ഇത് ഫലപ്രദമായിട്ട് വികസനത്തിന് വേണ്ടി നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളുടെ ഗ്രാമീണരുടെ വികസനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഞാൻ അവസരം തരാം. ചെറിയ വളരെ ഷോർട്ട് ആയിട്ടുള്ള ബ്രേക്ക് എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം